ദൈവത്തിന് മഹത്വം. ലേൺ ദ ബൈബിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ബൈബിൾ ക്യൂസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1 മുതൽ 5 വരെയുള്ള അധ്യായങ്ങളിൽ നിന്നും. ചോദ്യങ്ങളും ഉത്തരങ്ങളും. ചോദ്യം 1. ദൈവ ഇഷ്ടത്താൽ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലനായി വിളിക്കപ്പെട്ടവർ ആരൊക്കെയാണ്? ഉത്തരം: പൗലോസും സഹോദരനായ സോസ്തനേസും. 1-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 2. സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും സമ്പന്നരായി തീരേണ്ടത് ആരിലാണ്? ഉത്തരം: ക്രിസ്തുവിൽ. 1-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 3. ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷത കാത്തിരുന്നവർ ആരാണ്? ഉത്തരം: കൊരിന്ത്യർ. 1-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 4. ആരുടെ ആളുകളാലാണ് കൊരിന്ത്യരുടെ ഇടയിൽ പിണക്കമുണ്ടെന്ന് പൗലോസിന് അറിവ് കിട്ടിയത്? ഉത്തരം: ക്ലോവയുടെ ആളുകളാൽ. 1-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 5. കൊരിന്ത്യ സഭയിലുണ്ടായിരുന്ന 4 വിധ പക്ഷക്കാർ ആരൊക്കെയാണ്? ഉത്തരം: പൗലോസിൻ്റെ പക്ഷക്കാർ, അപ്പല്ലോസിൻ്റെ പക്ഷക്കാർ, കേഫാവിൻ്റെ പക്ഷക്കാർ, ക്രിസ്തുവിൻ്റെ പക്ഷക്കാർ. 1-ാം അധ്യായം 12-ാം വാക്യം. ചോദ്യം 6. പൗലോസ് സ്നാനം കഴിപ്പിച്ചത് ആരെയൊക്കെയാണ്? ഉത്തരം: ക്രിസ്പോസ്, ഗായോസ്, സ്തഫനാസിൻ്റെ ഭവനക്കാർ. 1-ാം അധ്യായം 14, 15, 16 വാക്യങ്ങൾ. ചോദ്യം 7. നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയും ആകുന്നത് എന്താണ്? ഉത്തരം: ക്രൂശിൻ്റെ വചനം. 1-ാം അധ്യായം 18-ാം വാക്യം. ചോദ്യം 8. ദൈവം ഭോഷത്വമാക്കിയത് എന്തിനെയാണ്? ഉത്തരം: ലോകത്തിൻ്റെ ജ്ഞാനത്തെ. 1-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 9. പ്രസംഗത്തിൻ്റെ ഭോഷത്വത്താൽ ആരെ രക്ഷിപ്പാനാണ് ദൈവത്തിന് പ്രസാദം തോന്നിയത്? ഉത്തരം: വിശ്വസിക്കുന്നവരെ. 1-ാം അധ്യായം 21-ാം വാക്യം. ചോദ്യം 10. അടയാളം ചോദിക്കുന്നവർ ആരാണ്? ഉത്തരം: യഹൂദന്മാർ. 1-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 11. ജ്ഞാനം അന്വേഷിക്കുന്നവർ ആരാണ്? ഉത്തരം: യവനന്മാർ. 1-ാം അധ്യായം 22-ാം വാക്യം. ചോദ്യം 12. വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവും ആയത് ആരാണ്? ഉത്തരം: ക്രിസ്തു. 1-ാം അധ്യായം 24-ാം വാക്യം. ചോദ്യം 13. മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയത് എന്താണ്? ഉത്തരം: ദൈവത്തിൻ്റെ ഭോഷത്വം. 1-ാം അധ്യായം 25-ാം വാക്യം. ചോദ്യം 14. ലോക അഭിപ്രായപ്രകാരം ഏറെയില്ലാത്തവർ ആരൊക്കെയാണ്? ഉത്തരം: ജ്ഞാനികൾ, ബലവാന്മാർ, കുലീനന്മാർ. 1-ാം അധ്യായം 26-ാം വാക്യം. ചോദ്യം 15. ദൈവത്തിങ്കൽ നിന്ന് നമുക്ക് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നത് ആരാണ്? ഉത്തരം: ക്രിസ്തു. 1-ാം അധ്യായം 30-ാം വാക്യം. ചോദ്യം 16. വചനത്തിൻ്റെയോ ജ്ഞാനത്തിൻ്റെയോ വൈഭവം കൂടാതെ ദൈവത്തിൻ്റെ സാക്ഷ്യം കൊരിന്ത്യരോട് പ്രസ്താവിപ്പാൻ വന്നത് ആരാണ്? ഉത്തരം: പൗലോസ്. 2-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 17. പൗലോസിൻ്റെ പ്രസംഗം എങ്ങനെയുള്ളതായിരുന്നു? ഉത്തരം: ആത്മാവിൻ്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ. 2-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 18. ആരുടെ ഇടയിലാണ് പൗലോസ് ജ്ഞാനം സംസാരിച്ചത്? ഉത്തരം: തികഞ്ഞവരുടെ ഇടയിൽ. 2-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 19. പൗലോസ് മർമ്മമായി പ്രസ്താവിച്ചത് എന്താണ്? ഉത്തരം: ദൈവത്തിൻ്റെ ജ്ഞാനം. 2-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 20. കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ത്? ഉത്തരം: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത്. 2-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 21. സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നത് എന്താണ്? ഉത്തരം: ആത്മാവ്. 2-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 22. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിൻ്റെ ഉപദേശം എന്തു ചെയ്യുന്നില്ല? ഉത്തരം:
കൈക്കൊള്ളുന്നില്ല. 2-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 23. സകലത്തെയും വിവേചിക്കുന്നവൻ ആര്? ഉത്തരം ആത്മീകൻ. 2-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 24. ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ പൗലോസ് സംസാരിക്കുന്നത് ആരോടാണ്? ഉത്തരം കൊരിന്ത്യരോട്. 3-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 25. കർത്താവ് നൽകിയതുപോലെ വിശ്വസിപ്പാൻ കാരണമായി തീർന്ന ശുശ്രൂഷക്കാർ ആരൊക്കെയാണ്? ഉത്തരം അപ്പല്ലോസ്, പൗലോസ്. 3-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 26. ദൈവത്തിൻ്റെ കൃഷി, ദൈവത്തിൻ്റെ ഗൃഹനിർമ്മാണം ആര്? ഉത്തരം കൊരിന്ത്യർ. 3-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 27. ലഭിച്ച ദൈവകൃപയ്ക്ക് ഒത്തവണ്ണം ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി അടിസ്ഥാനമിട്ടിരിക്കുന്നത് ആരാണ്? ഉത്തരം പൗലോസ്. 3-ാം അധ്യായം 10-ാം വാക്യം. ചോദ്യം 28. അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നത് ആരെയാണ്? ഉത്തരം യേശുക്രിസ്തുവിനെ. 3-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 29. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നവിധം എന്ന് ശോധന ചെയ്യുന്നത് എന്താണ്? ഉത്തരം തീ. 3-ാം അധ്യായം 13-ാം വാക്യം. ചോദ്യം 30. ദൈവത്തിൻ്റെ മന്ദിരം നശിപ്പിക്കുന്നവനെ ആര് നശിപ്പിക്കും? ഉത്തരം ദൈവം. 3-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 31. ജ്ഞാനികളുടെ വിചാരം വ്യർത്ഥം എന്നറിയുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 3-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 32. ഗ്രഹവിചാരകന്മാർ എങ്ങനെയുള്ളവർ ആയിരിക്കണം? ഉത്തരം വിശ്വസ്തന്മാർ ആയിരിക്കണം. 4-ാം അധ്യായം 2-ാം വാക്യം. ചോദ്യം 33. എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാനെന്ന് വരികയില്ല എന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം പൗലോസ്. 4-ാം അധ്യായം 4-ാം വാക്യം. ചോദ്യം 34. ആര് വരുവോളം സമയത്തിന് മുൻപേ ഒന്നും വിധിക്കരുത്? ഉത്തരം കർത്താവ്. 4-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 35. ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തുന്നത് ആരാണ്? ഉത്തരം കർത്താവ്. 4-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 36. ഒരുത്തന് അനുകൂലമായും മറ്റൊരുവന് പ്രതികൂലമായും എന്തു ചെയ്യരുത്? ഉത്തരം ചീർത്തു പോകരുത്. 4-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 37. ക്രിസ്തു നിമിത്തം ഭോഷന്മാർ, ബലഹീനർ, മാനഹീനർ ആര്? ഉത്തരം പൗലോസും അപ്പല്ലോസും. 4-ാം അധ്യായം 6-ഉം 10-ഉം വാക്യങ്ങൾ. ചോദ്യം 38. പൗലോസ് പ്രിയ മക്കളോട് എന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട് എഴുതുന്നത് ആർക്കാണ്? ഉത്തരം കൊരിന്ത്യർക്ക്. 4-ാം അധ്യായം 14-ാം വാക്യം. ചോദ്യം 39. ക്രിസ്തുവിൽ 10,000 ഗുരുക്കന്മാർ ഉണ്ടെങ്കിലും ഏറെയില്ലാത്തത് ആര്? ഉത്തരം പിതാക്കന്മാർ. 4-ാം അധ്യായം 15-ാം വാക്യം. ചോദ്യം 40. കർത്താവിൽ വിശ്വസ്തനും പൗലോസിൻ്റെ പ്രിയ മകനുമായ ആരെയാണ് കൊരിന്ത്യരുടെ അടുക്കൽ അയച്ചിരിക്കുന്നത്? ഉത്തരം തീമോഥെയോസിനെ. 4-ാം അധ്യായം 17-ാം വാക്യം. ചോദ്യം 41. ദൈവരാജ്യം വചനത്തിലല്ല പിന്നെ എന്തിൽ ആകുന്നു? ഉത്തരം ശക്തിയിൽ. 4-ാം അധ്യായം 20-ാം വാക്യം. ചോദ്യം 42. ജാതികളിൽ പോലും ഇല്ലാത്ത ദുർനടപ്പ് എന്താണ്? ഉത്തരം ഒരുത്തൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊള്ളുന്നത്. 5-ാം അധ്യായം 1-ാം വാക്യം. ചോദ്യം 43. ശരീരം കൊണ്ട് ദൂരസ്ഥനെങ്കിലും ആത്മാവ് കൊണ്ട് കൂടെയുള്ളവൻ ആരാണ്? ഉത്തരം പൗലോസ്. 5-ാം അധ്യായം 3-ാം വാക്യം. ചോദ്യം 44. ദുർനടപ്പുകാരൻ്റെ ആത്മാവിനെ സാത്താനെ ഏൽപ്പിച്ചത് എന്തിനാണ്? ഉത്തരം ജഡസംഹാരത്തിനായി. 5-ാം അധ്യായം 5-ാം വാക്യം. ചോദ്യം 45. പിണ്ടത്തെ മുഴുവനും പുളിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം അസാരം പുളിമാവ്. 5-ാം അധ്യായം 6-ാം വാക്യം. ചോദ്യം 46. നമ്മുടെ പെസഹ കുഞ്ഞാടും അറുക്കപ്പെട്ടിരിക്കുന്നു. ആര്? ഉത്തരം ക്രിസ്തു. 5-ാം അധ്യായം 7-ാം വാക്യം. ചോദ്യം 47.
നാം ഉത്സവം ആചരിക്കേണ്ടത് എന്തുകൊണ്ടാണ്? ഉത്തരം സ്വച്ഛതയും സത്യവുമായ പുളിപ്പില്ലായ്മ കൊണ്ട്. 5-ാം അധ്യായം 8-ാം വാക്യം. ചോദ്യം 48. ആരോട് സംസർഗമരുത്? ഉത്തരം ദുർനടപ്പുകാരോട്. 5-ാം അധ്യായം 9-ാം വാക്യം. ചോദ്യം 49. സഹോദരൻ എന്ന് വേർപെട്ട ഒരുവൻ ദുർനടപ്പുകാരനാണെങ്കിൽ അവനോട് എന്തുപോലും അരുത് എന്നാണ് പൗലോസ് പറയുന്നത്? ഉത്തരം ഭക്ഷണം കഴിക്കപോലും അരുത് എന്ന്. 5-ാം അധ്യായം 11-ാം വാക്യം. ചോദ്യം 50. പുറത്തുള്ളവരെ വിധിക്കുന്നത് ആര്? ഉത്തരം ദൈവം. 5-ാം അധ്യായം 12-ാം വാക്യം. നന്ദി. ദൈവം ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ.